ബന്ധത്തിൽ ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ಪ್ರಾರ್ಥನೆಗೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಕೆಲವೊಂದು ವಿಷಯಗಳನ್ನು ಧ್ಯಾನಿಸುವಂತೆ ದೇವರು ನಮಗೆ ಸಹಾಯ ಮಾಡಲಿ. ആദ്യമായിട്ടൊരു വേദഭാഗം നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ദിനവൃത്താന്തം, 1 പൂർവകാല വൃത്താന്ത, അത് 9ഉം 10ഉം വാക്യം. അധ്യായം 9 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9, 10. 4ನೇ ಅಧ್ಯಾಯದ 9 ಮತ್ತು 10ನೇ ವಾಕ್ಯಗಳು. 1 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 4ನೇ ಅಧ್ಯಾಯ 9 ಮತ್ತು 10ನೇ ವಾಕ್ಯಗಳು. ಅಹರೇಲನು ಹಾರೂಮನ ಮಗನು, ಯಾಬೇಚನು ತನ್ನ ಅಣ್ಣ ತಮ್ಮಂದಿರಲ್ಲಿ ಧನವಂತನಾಗಿದ್ದನು. ಇವನನ್ನು ಬಹು ವೇದನೆಯಿಂದ ಹೆತ್ತೇನೆಂದು ಹೇಳಿ ಇವನ ತಾಯಿ ಇವನಿಗೆ ಯಾಬೇಚನೆಂದು ಹೆಸರಿಟ್ಟಳು. ಯಾಬೇಚನು ಇಸ್ರೇಲ್ ದೇವರಿಗೆ, ನೀನು ನನ್ನನ್ನು ವಿಶೇಷವಾಗಿ ಆಶೀರ್ವದಿಸಿ ನನ್ನ ಪ್ರಾಂತವನ್ನು ವಿಸ್ತರಿಸಿ ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿದು ಯಾವ ವೇದನೆಯೂ ಉಂಟಾಗದಂತೆ ನನ್ನನ್ನು ರಕ್ಷಿಸಬಾರದೆ ಎಂದು ಮೊರೆಯಿಡಲು ದೇವರು ಅವನ ಮೊರೆಯನ್ನು ಲಾಲಿಸಿದನು. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ದೇವರ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണല്ലോ നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ಅಲ್ವಾ ನಾವಿಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂಥದ್ದು. ഇവിടെ യബ്ബേസ് എന്ന ഒരു സഹോദരനെ കുറിച്ച് നമുക്ക് വായിപ്പാൻ ഇടയായി. ನಾವು ಯಾಬೇಚನು ಎಂಬ ಒಬ್ಬ ಸಹೋದರನ ಕುರಿತಾಗಿ ಓದಿದ್ದೇವೆ. നാം പലരും ഒരു പക്ഷേ ഇത് മുൻപും പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. ಇದಕ್ಕಿಂತ ಮುಂಚೆ ನಾವು ಈ ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿ ಅನೇಕ ಬಾರಿ ಕೇಳಿರಬಹುದು. എന്നാൽ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതായിരിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ಈ ವಾಕ್ಯ ಭಾಗವನ್ನು ಓದಿದಾಗ ನನಗೆ ಪ್ರಕಟವಾದಂಥ ಕೆಲವೊಂದು ಸತ್ಯಾಂಶಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ಹಂಚಿಕೊಳ್ಳಲು ಬಯಸ್ತೇನೆ. പ്രത്യേകിച്ച് 1 ദിനവൃത്താന്തം 1-ാം അധ്യായം തൊട്ട് വംശാവലിയാണ് നാം കാണുന്നത്. ಈ 1 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತದ ಆರಂಭದ ಅಧ್ಯಾಯದಿಂದ ನಾವು ವಂಶಾವಳಿಯ ಕುರಿತಾಗಿ ನೋಡ್ತೇವೆ. മധ്യത്തിൽ ഒരു യാബേസിനെ നാം കാണുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ಯಾಬೇಚನನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. അത് യാബേസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ കുറിച്ച് വലിയ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ബൈബിൾ കാണുന്നില്ല. ಯಾಬೇಚನ ಕುರಿತಾಗಿ ಹೆಚ್ಚಾದ ವಿವರಣೆ ಏನೂ ಇಲ್ಲ. 66 പുസ്തകത്തിൽ 2 പ്രാവശ്യം മാത്രമേ യബ്ബേസ് എന്ന വ്യക്തിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ಈ 66 ಪುಸ್ತಕಗಳಲ್ಲಿ 2 ಬಾರಿ ಮಾತ್ರ ಯಾಬೇಚನ ಕುರಿತಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. എന്നാൽ ഇതിൻ്റെ 10ാം വാക്യം വായിക്കുമ്പോൾ, ಇದರ 10ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തോട് യാചിക്കുന്നുണ്ട്. ಕೆಲವು ವಿಷಯಗಳಿಗೋಸ್ಕರ ಯಾಬೇಚನು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾನೆ. അതേ വാക്യത്തിൽ തന്നെ തനിക്ക് അതിൻ്റെ റിപ്ലൈയും ഉത്തരവും കിട്ടിയതായിട്ട് നാം കാണുന്നുണ്ട്. ಅದೇ ವಾಕ್ಯದಲ್ಲಿ ಆತನಿಗೆ ಉತ್ತರವು ಕೂಡ ಸಿಕ್ಕಿದ್ದಾಗಿ ಓದುತ್ತೇವೆ. ഈ യാബേസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ಯಾಬೇಚನ ಕುರಿತಾಗಿ 1-2 ವಿಷಯಗಳನ್ನು ಹೇಳುವುದಕ್ಕೆ അതിന്റെ 9ാം വാക്യത്തിൽ 9ನೇ ವಾಕ್ಯದಲ್ಲಿ യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ಅಹರೇಲನು ಹಾರೂಮನ ಮಗನು ಯಾಬೇಚನು ತನ್ನ ಅಣ್ಣ ತಮ್ಮಂದಿರಲ್ಲಿ ಘನವಂತನಾಗಿದ್ದನು. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബ്ബേസ് എന്ന് പേരിട്ടു. ಇವನನ್ನು ಬಹು ವೇದನೆಯಿಂದ ಹೆತ್ತೆನೆಂದು ಹೇಳಿ ಇವನ ತಾಯಿ ಇವನಿಗೆ ಯಾಬೇಚನೆಂದು ಹೆಸರಿಟ್ಟಳು. യബ്ബേസിന്റെ അമ്മ യബ്ബേസിനെ പ്രസവിക്കുന്നത് വ്യസനത്തോടു കൂടിയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ಯಾಬೇಚನ ತಾಯಿ ಆತನನ್ನು ಬಹಳ ವೇದನೆಯಿಂದ ಹೆತ್ತಳು ಎಂಬುದಾಗಿ ಬರೆದಿದೆ. അപ്പോൾ വ്യസനത്തോടു കൂടി ജനിച്ചതുകൊണ്ട് വേദനയുടെ പുത്രൻ അല്ലെങ്കിൽ വ്യസനപുത്രൻ എന്നുള്ള രീതി അർത്ഥം വരുന്ന ഒരു പേരാണ് മാതാവ് ആ മകന് കൊടുത്തത്. ಈ ಬಹು ವೇದನೆಯಿಂದ ಈ ಯಾಬೇಚನನ್ನು ಹೆತ್ತದ್ದಕ್ಕಾಗಿ ಆತನಿಗೆ ವ್ಯಸನದ ಪುತ್ರ ಎಂಬ ಒಂದು ಅರ್ಥ ಕೊಡುವಂಥ ಒಂದು ಹೆಸರು ಯಾಬೇಚನು ಎಂಬುದಾಗಿ. അപ്പോൾ അന്ന് മുതൽ ആരെങ്കിലും ഈ യബ്ബേസിനെ കണ്ടു കഴിഞ്ഞാൽ, ഓ മിസ്റ്റർ വേദന അല്ലെങ്കിൽ മിസ്റ്റർ സമസ്യാക പുത്ര, ഇങ്ങനെയുള്ള രീതിയിലാണ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. ಅಂದರೆ ಆ ದಿನಮಾನಗಳಲ್ಲಿ ಯಾಬೇಚನನ್ನು ನೋಡಿದವರು ಮಿಸ್ಟರ್ ನೋವಿನ ನೋವು ಎಂಬುದಾಗಿ ಕರೀತಾ ಇದ್ರು. ആ രീതിയിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ಆ ರೀತಿಯಾಗಿ ಕರೀತಾ ಇದ್ರು. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ಇಲ್ಲಿ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕಾಗಿರುವ അങ്ങനെ ലോകം എല്ലാവരും തന്നെ നിരാശനായി കണ്ടപ്പോൾ ಎಲ್ಲರೂ ಕೂಡ ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲರೂ ಕೂಡ ತನ್ನನ್ನು ಒಂದು ನಿರಾಶೆಯ ಒಂದು ಸಂಕೇತವಾಗಿ ನೋಡಿದಾಗ, വേദനയുടെ പുത്രൻ എന്ന പേരും കൊണ്ട് അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ, ಆ ನೋವಿನ
ಒಂದು ಮಗ ಎಂಬುದಾಗಿ ಆ ಒಂದು ಹೆಸರಿನಿಂದ ಬಹಳ ವೇದನೆಯಿಂದ ಅವನು ಬದುಕ್ತಾ ಇರುವಾಗ അവൻ എങ്ങനെ മാന്യനായി തീർന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ಈಗಿರುವಾಗಲೂ ಕೂಡ ಅವನು ಹೇಗೆ ಘನವಂತನಾದನು ಎಂಬುದು ನಾವು ಯೋಚಿಸಬೇಕು. അവിടെ പറഞ്ഞു യാബേസ് തന്റെ സഹോദരന്മാർക്കാൾ ഏറ്റവും മാന്യനായി. ಅಲ್ಲಿ ಯಾಬೇಚನು ತನ್ನ ಅಣ್ಣ ತಮ್ಮಂದಿರಲ್ಲಿ ಘನವಂತನಾಗಿದ್ದನು. വേദനാപുത്രനായ യാബേസ് ಆ ಒಂದು ನೋವಿನ ಪುತ್ರನಾಗಿರುವಂತ ಯಾಬೇಚನು എല്ലാരെക്കാട്ടിലും മാന്യനായ ഒരു വ്യക്തിയായി തീർന്നു. ಎಲ್ಲರಿಗಿಂತಲೂ ಘನವಂತನಾದ ವ್ಯಕ್ತಿಯಾದನು. ഇത് വ്യസനപുത്രൻ എന്ന് പറയുമ്പോൾ ಈ ನೋವಿನ ಮಗನು ಅಂತ ಹೇಳುವಾಗ സാധാരണ പ്രസവ വേദനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ಇಲ್ಲಿ ಆ ಒಂದು ಹೆರಿಗೆಯ ಸಮಯದಲ್ಲಿ ಉಂಟಾಗುವಂತ ನೋವನ್ನಲ್ಲ ಇಲ್ಲಿ തന്റെ മാതാവ് പ്രസവ വേദനയോടുകൂടി തന്നെ പ്രസവിച്ചു എന്നുള്ള ആ വ്യസനയല്ല. ಇಲ್ಲಿ ತನ್ನ ತಾಯಿಯು ಆತನನ್ನು ನೋವಿನಿಂದ ಹೆತ್ತಳು ಎಂಬ ವಿಷಯವಲ್ಲ. കാരണം അങ്ങനെയെങ്കിൽ മറ്റുള്ള സഹോദരന്മാർക്ക് അതേ രീതിയിലുള്ള പേരിടണമായിരുന്നു. ಹಾಗಿದ್ದರೆ ಬೇರೆ ಸಹೋದರರು ಕೂಡ ಅದೇ ತರ ಹೆಸರಿಡಬೇಕಾಗಿತ್ತು. ഇവരുടെ പിൻ പശ്ചാത്തലം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ಆದರೆ ಇವರ ಹಿಂದಿನ ಒಂದು ಏನು ವಿಷಯ ಅನ್ನೋದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. യാബേസിനെ കുറിച്ച് വേറെ ഒരിടത്തും നാം കാണുന്നില്ല. ಯಾಬೇಚಿನ ಕುರಿತಾಗಿ ಬೇರೆ ಎಲ್ಲಿಯೂ ಕೂಡ ನಮಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. അത് തന്നെ നമ്മളൊരു ആത്മീയ സത്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ಇದರಲ್ಲಿ ಒಂದು ಆತ್ಮಿಕ ಸತ್ಯವನ್ನ ನಾವು ತಿಳ್ಕೊಳ್ಳಬಹುದು. ഒരുപക്ഷെങ്കിൽ യാബേസിനെ പോലെ നാം ആരുമില്ലാത്തവരും ആരാലും അറിയപ്പെടാത്തവരുമായിട്ടാണ് ഈ ഭദ്രാവതിയിൽ താമസിക്കുന്നതെങ്കിൽ ಯಾಬೇಚಿನ ರೀತಿಯಲ್ಲಿ ಯಾರಿಗೂ ತಿಳಿಯದೆ ಗೊತ್ತಿಲ್ಲದೆ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿ ನಾವು ಈ ಭದ್ರಾವತಿಯಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ರೆ ഒരുപക്ഷെങ്കിൽ മറ്റുള്ളവർ മുമ്പാകെ നമ്മളൊരു പരിഹാസ വിഷയമായിട്ട് ഒരു നിന്ദാ വിഷയമായിട്ട് ഒരു വേദന കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആണ് നാം ഈ ഭദ്രാവതിയിൽ ജീവിക്കുന്നതെങ്കിൽ ನಾವು ಈ ಒಂದು ಭದ್ರಾವತಿ ಪ್ರದೇಶದಲ್ಲಿ ಒಂದು ಅಪಹಾಸ್ಯಕ್ಕೆ ಗುರಿಯಾದಂಥ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದರೆ, ಅವಮಾನಕ್ಕೆ ಗುರಿಯಾದಂಥ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದರೆ, അങ്ങനെയാണെങ്കിൽ യാബേസ് ഒരു വിഷയം പറയുന്നുണ്ട്. ಹೀಗಿದ್ದರೆ ಯಾಬೇಚನು ಒಂದು ಮಾತು ನಮ್ಮೊಂದಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. എന്നെ മാന്യനാക്കിയ ഒരു ദൈവമുണ്ട്, ആ ദൈവം നിങ്ങളെയും മാന്യന്മാരാക്കും നിശ്ചയം. ಆ ಸ್ಥಿತಿಯಲ್ಲಿದ್ದಂಥ ನನ್ನನ್ನ ಘನವಂತನನ್ನಾಗಿ ಮಾಡಿದಂಥ ದೇವರು ನಿಮ್ಮನ್ನು ಕೂಡ ಘನವಂತನನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ. എൻ്റെ അമ്മ എന്നെ വ്യസനപുത്രൻ എന്ന് പേര് വിളിച്ചു. ನನ್ನ ತಾಯಿ ನನ್ನನ್ನು ವೇದನೆಯ ಒಂದು ಮಗ ಎಂಬುದಾಗಿ ಕರೆದರು. എൻ്റെ സഹോദരന്മാർ അപ്രകാരം വിളിച്ചു. ನನ್ನ സഹോദരರು ನನ್ನನ್ನು ಆ ರೀತಿಯಾಗಿ ഒരുപക്ഷെ ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്തുള്ളവർ പോലും ഗ്രാമവാസികൾ പോലും എന്നെ ആ പേരിലാണ് വിളിച്ചിരിക്കുന്നത്. ನನ್ನ ಊರಿನವರು ಕೂಡ ಅದೇ ಹೆಸರಿನಲ್ಲಿ ನನ್ನನ್ನು ಕರೆದರು. ഒരുപക്ഷെ ആ സ്ഥിതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന വിഷയത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ നമ്മെ ആ യാബേസിനെ മാന്യനാക്കി തീർത്ത ദൈവം നമ്മുടെ ദൈവമായിരിക്കുന്നു. ಆ ಯಾವುದೇ ರೀತಿಯಾದಂಥ ಅವಮಾನ, ನೋವು, ನಿಂದೆಯಲ್ಲಿ ನಾವು ಹಾದು ಹೋಗುತ್ತಾ ಇದ್ದರೆ ಆ ಯಾಬೇಚು ನನ್ನ ಘನವಂತನನ್ನಾಗಿ ಮಾಡಿದಂಥ ದೇವರು ನಮ್ಮನ್ನು ಕೂಡ ಘನವಂತನನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ. അതെങ്ങനെയാണ് സംഭവിച്ചത്? ಅದು ಹೇಗೆ ಸಾಧ್ಯವಾಯಿತು? അങ്ങനെ വേദനാപുത്രനായിരിക്കുന്ന യാബേസിനെ മറ്റുള്ളവരെക്കാൾ മാന്യനാക്കി തീർത്ത വിഷയം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാൻ തക്കനുള്ളത്. ಇಲ್ಲಿ ಆ ವೇದನ ಪುತ್ರನಾಗಿದ್ದಂಥ ಯಾಬೇಚನನ್ನು ಬೇರೆಯವರಿಗಿಂತ ಘನವಂತನನ್ನಾಗಿ ಮಾಡಿದಂಥ ಅಂಶ ಯಾವುದು ಎಂಬುದನ್ನು ನಾವೀಗ ಧ್ಯಾನಿಸ್ತೀವಿ. അതാണ് നമ്മുടെ 10ാം വാക്യത്തിൽ തൻ്റെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. ಈ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಆತನ ಒಂದು ಪ್ರಾರ್ಥನೆಯನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, ತುಂಬಾ ആശീർവാദകരವಾಗಿರುವಂತಹ ಒಂದು ಪ್ರಾರ್ಥನೆ. നാം ഓരോരുത്തരുടെയും ദിനപ്രതിദിനം ദൈനംദിന ജീവിതത്തിൽ നാം ആവശ്യപ്പെടേണ്ട, ദൈവത്തോട് ആഗ്രഹിക്കേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ನಾವು ದಿನನಿತ್ಯ ಜೀವಿತದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾಗಿರುವಂತ ವಿಷಯವನ್ನ ಇಲ್ಲಿ ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. ഇവിടെ നാം പറയുന്നത് യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, 10ാം വാക്യം, ಯಾಬೇಚನು ಇಸ್ರೇಲ್ ದೇವರಿಗೆ. അപ്പോൾ ಫಸ್ಟ್ ಕ್ರಾನಿಕಲ್ 4:9 ಫಸ್ಟ್ ಕ್ರಾನಿಕಲ್ 4:9 ಒಂದನೇ ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 4:9 യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, ಯಾಬೇಚನು ಇಸ್ರೇಲ್ ದೇವರಿಗೆ. നോക്ക് ആദ്യത്തെ സ്റ്റെപ്പ്, ಮೊದಲನೆಯ ಒಂದು ಹೆಜ್ಜೆ. ആ ഹീനനായിരിക്കുന്ന വ്യക്തി വേദനാപുത്രനായിട്ട് ലോകം വിളിച്ചപ്പോൾ അവന് ഒരുവനിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരുവനിൽ മാത്രം, അത് ദൈവം, ഇസ്രായേലിന്റെ ദൈവം. ಯಾತನಾ ಪುತ್ರನಾಗಿರುವಂತ ಅಥವಾ ವೇದನೆಯ ಪುತ್ರನಾಗಿರು ಎಂಬುದಾಗಿ ಕರೆಯಲ್ಪಟ್ಟಂತ
ಆ ವ್ಯಕ್ತಿಯು ಆತನಿಗೆ ಭರವಸೆ ಇಡುವುದಕ್ಕೆ ಇದ್ದಂಥ ಒಬ್ಬನೇ ಒಬ್ಬ ವ್ಯಕ್ತಿ, ಅದು ಇಸ್ರೇಲ್. ഇതാണ് പ്രാർത്ഥനയ്ക്കായിട്ട് നാം കൂടി വന്നിരിക്കുമ്പോൾ നാം ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ തക്കവണ്ണം കഴിവുള്ളത് ആ ഇസ്രായേലിൻ്റെ ദൈവം മാത്രമാണ്, വേറെ ആരുമില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ನಾವು ಪ್ರಾರ್ಥನೆಗಾಗಿ ಸೇರಿ ಬಂದಿರುವಂಥ ಸಮಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಮ್ಮ ಒಂದು ಸಮಸ್ಯೆಗಳಿಗೆ ಪರಿಹಾರವನ್ನು ಕೊಡುವುದಕ್ಕೆ ಶಕ್ತನಾಗಿರುವಂಥ ದೇವರು ಅದು ಇಸ್ರೇಲ್ನ ದೇವರು ಎಂಬುದನ್ನು ನಾವು ತಿಳ್ಕೊಂಡಿರಬೇಕು. വേറെ ആരുടെ അടുത്തേക്കും പോയില്ല, ಬೇರೆ ಯಾರ ಹತ್ತಿರನೂ ಹೋಗಲಿಲ್ಲ. നാം എപ്പോഴാണ് ദൈവത്തോട് ഈ രീതിയിൽ നാം പ്രാർത്ഥിക്കുന്നത്? ഏത് സമയത്താണ്? ನಾವು ಯಾವ ಸಮಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥನೆ നമുക്ക് എക്സാമ്പിൾ, നമുക്കൊരു രോഗം വന്നു, ನಮಗೊಂದು ಕಾಯಿಲೆ ಬಂತು. എപ്പോഴാണ് ഇതുപോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴായിരിക്കും? ನಾವು ಈ ರೀತಿಯಾಗಿ ಒಂದು ಭಾರದಿಂದ ಯಾವ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഒരു പക്ഷേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വെക്കുക, ನಮ್ಮಲ್ಲಿ ನಮ್ಮ ಅಕೌಂಟ್ ಅಲ್ಲಿ ದುಡ್ಡಿದೆ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಳಿ. ആ പ്രാർത്ഥനയുടെ ശക്തിക്ക് കുറവുണ്ട്. ಆ ಒಂದು ಪ್ರಾರ್ಥನೆಯ ಒಂದು ಬಲ ಕಡಿಮೆ ಆಗುತ್ತೆ. അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷൻ കൊണ്ട് സക്സസ് ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുറയുക. ಆ ಒಂದು ಆಪರೇಷನ್ ಶಸ್ತ್ರಚಿಕಿತ್ಸೆ ಸಕ್ಸಸ್ಫುಲ್ ಆಗತ್ತೆ ಎಂಬುದಾಗಿ ಡಾಕ್ಟರ್ ಹೇಳಿದ್ರೆ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿ ಕಡಿಮೆ ಆಗುತ್ತೆ. ഒരു പക്ഷേ നാം മരണത്തോട് അടുത്ത് നിൽക്കുകയാണ്, ನಾವು ಒಂದು ವೇಳೆ ಮರಣದ ಹತ್ತಿರದಲ್ಲಿ നമുക്ക് ആരും ഇല്ല, ನಮಗೆ ಯಾರು ಇಲ್ಲ, നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ನಮ್ಮ ಬ್ಯಾಂಕ್ ನಲ್ಲಿ ಹಣ, വളരെ പ്രശ്നത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ಸಮಸ್ಯೆಗಳಲ್ಲಿ ಹಾದು ಹೋಗ್ತಾ ಇದ್ದೇವೆ. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ಆ ಸಮಯದಲ್ಲಿ ಮಾಡುವಂತ ಪ್ರಾರ್ಥನೆಗೆ ಒಂದು ವಿಶೇಷತೆ, അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ಅದು ಯಥಾರ್ಥವಾದ ಪ್ರಾರ್ಥನೆ. മറ്റുള്ള പ്രാർത്ഥനയിൽ ഒരു ആചാരം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ಬೇರೆ ಸಂದರ್ಭಗಳಲ್ಲಿ ಏನೋ ಒಂದು ಸಂಪ್ರದಾಯಕವಾಗಿ ಆಚಾರವಾಗಿ ನಾವು ഇത് വാസ്തവമല്ലേ? നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ನಾವು ದೇವರ ಬಳಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി നമ്മുടെ അസുഖത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ആർക്കാ അതിന്റെ മഹത്വം പോകുന്നത്? ನಮಗೆ ಯಾವುದೋ ಒಂದು ವೈದ್ಯರ ಬಳಿಗೆ ಹೋಗಿ ನಮ್ಮ ಕಾಯಿಲೆ ವಾಸಿಯಾದರೆ ಅದರ ಮಹಿಮೆ ಯಾರಿಗೆ ಹೋಗ್ತದೆ? ഡോക്ടർക്കാണ്. ಅದು ವೈದ್ಯರಿಗೆ ಹೋಗ್ತದೆ. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് അതേ വരുന്നില്ല അവിടെ. ಅಲ್ಲಿ ದೇವರ ಹತ್ರ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ ಎಂಬ ವಿಷಯ ಬರ್ತಾ ಇಲ್ಲ. ഇവിടെ യബ്ബേസിനോടുള്ള വ്യക്തിത്വ ഒരു വിശേഷത, ಆದ್ರೆ ಈ ಯಾಬೇಚಿನ ವಿಷಯದಲ್ಲಿ ಗಮನಿಸುವಾಗ ലോകം എല്ലാം തന്നെ വെറുത്തപ്പോൾ, ಈ ಲೋಕವೆಲ್ಲ ತನ್ನನ್ನ ಹಾಗೆ ಮಾಡಿದಾಗ, തന്റെ സ്വന്തം സഹോദരന്മാർ തന്നെ വെറുത്തപ്പോൾ, ತನ್ನ ಸ್ವಂತ ಸಹೋದರರು ಹಾಗೆ ಮಾಡಿದಾಗ, തന്റെ മാതാവ് ജന്മം കൊടുത്ത മാതാവ് പറഞ്ഞു ഇവൻ എന്റെ വ്യസനപുത്രനാണെന്ന് പറഞ്ഞ് യബ്ബേസിന് പേര് കൊടുത്തപ്പോൾ, ತನ್ನ ಹೆತ್ತ ತಾಯಿ ಕೂಡ ನನ್ನ ವೇದನೆಯ ಪುತ್ರನು ಎಂಬುದಾಗಿ ಹೆಸರು ಕೊಟ್ಟಾಗ അവൻ ഒരു കാര്യം മനസ്സിലായി, ಅವನಿಗೆ ಒಂದು ವಿಷಯ എനിക്ക് എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേലിന്റെ ദൈവമാണെന്നുള്ളത്. ನನ್ನ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುವುದಕ್ಕೆ ಒಬ್ಬನು ಮಾತ್ರ ಶಕ್ತನಾಗಿದ್ದಾನೆ, ಆತನು ಇಸ್ರೇಲ್ನ ದೇವರು. അത് മാത്രമല്ല, ಅಷ್ಟು ಮಾತ್ರವಲ್ಲದೆ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ യാബേസിനെ കുറിച്ച് വേറൊരു ഹിസ്റ്ററിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ಯಾಬೇಚಿನ ಕುರಿತಾಗಿ ಯಾವುದೇ ಇತಿಹಾಸ ನಾವು ನೋಡ್ತಾ ಇಲ್ಲ. യാബേസിനെ പറ്റി പുറകിൽ ഒരിടത്തും പറയുന്നില്ല. ಯಾಬೇಚಿನ ಕುರಿತಾಗಿ ಬೇರೆ ಎಲ್ಲೂ ಕೂಡ ಬರೀತಾ ಇಲ್ಲ. 66 പുസ്തകം അല്ലെങ്കിൽ 1189 വാക്യങ്ങളുള്ളതായിരിക്കുന്ന ബൈബിളിൽ യാബേസിന്റെ 2 പ്രാവശ്യം മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ಈ ಒಂದು 66 ಪುಸ್ತಕಗಳಲ್ಲಿ 1189 ವಾಕ್ಯಗಳು ಇರುವಂಥ ಈ ಪುಸ್ತಕದಲ್ಲಿ ಯಾಬೇಚನ ಕುರಿತಾಗಿ 2 ಬಾರಿ ಮಾತ್ರ ಹೇಳಲಾಗಿದೆ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടി ആരുമില്ല എന്ന് തോന്നുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ಒಂದು ವಿಷಯ ನಾವು ನೆನಪಿನಲ್ಲಿ ಇಟ್ಕೊಳ್ಳೋಣ, ನಮಗೆ ಈ ಲೋಕದಲ್ಲಿ ಯಾರೂ ಇಲ್ಲ ಎಂಬುದಾಗಿ ನಮಗೆ ಅನ್ನಿಸುವಾಗ ആ ಸಮಯದಲ್ಲಿ നമ്മുടെ ദൈവം പറയുന്നു യാബേസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ನಮ್ಮ ದೇವರು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ಯಾಬೇಚನ ದೇವರು ನಮ್ಮ ದೇವರಾಗಿದ್ದಾನೆ. അങ്ങനെയാണ് ഇവനൊരു പ്രാർത്ഥനാ വീരനായി തീർന്നത്. ಈ ರೀತಿಯಾಗಿ ಯಾಬೇಚನು ಒಬ್ಬ ಪ್ರಾರ್ಥನಾ ವೀರನಾಗ್ತಾ ಇದ್ದಾನೆ. നമുക്കും പ്രാർത്ഥന വീരന്മാരാകുവാൻ കഴിയും. ನಮಗೂ ಕೂಡ ಪ್ರಾರ್ಥನಾ ವೀರರಾಗುವುದಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ഇതിന്റെ 4 കാര്യങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. 4 ವಿಷಯಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದಾರೆ. എന്താണ് അതിന്റെ ഒന്നുകൂടെ ഭാഗം 10-ാം വാക്യത്തിൽ പറയുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ನೀನು ನನ್ನನ್ನು ವಿಶೇಷವಾಗಿ ಆಶೀರ್ವದಿಸಬೇಕು. അത് താൻ പറയുന്നത് നീ മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ನೀನಿಗೆ ಮಾತ್ರವೇ ನನ್ನನ್ನು ಆಶೀರ್ವದಿಸು. നാം പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ, ನಾವು ಪ್ರಾರ್ಥನೆಗಾಗಿ ಬಂದಿರುವಾಗ, അനേക വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ, ವಿಷಯಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ യാബേസിന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ കാര്യം പറയുന്നത് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ಮೊದಲನೇದಾಗಿ ಯಾಬೇಚನು ಹೇಳುವುದು, ನೀನು ನನ್ನನ್ನು ವಿಶೇಷವಾಗಿ ಆಶೀರ್ವದಿಸಬೇಕು. അതെ, നിനക്ക് മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ കഴിയുള്ളൂ. ನಿನಗೆ
ಮಾತ್ರ ನನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ. കാരണം ആരുമില്ല എനിക്ക്, ನನಗೆ ಯಾರೂ ಇಲ್ಲ, സ്വന്തം അമ്മ പോലും ഇല്ല എനിക്ക്, ಸ್ವಂತ ತಾಯಿ ಕೂಡ ಇಲ್ಲ. എന്നാൽ നീ എന്നെ അനുഗ്രഹിക്കാം. ಆದ್ರೆ ನೀನು ನನ್ನನ್ನು ಆಶೀರ್ವದಿಸಬೇಕು. പ്രാർത്ഥനയ്ക്കായിട്ട് നാം കൂടി വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വലിയവനായിരിക്കുന്ന ദൈവം മാത്രമേ നമ്മെ അനുഗ്രഹിക്കാനുള്ളൂ എന്നും ആ അനുഗ്രഹത്തിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വിഷയം നമുക്കിവിടെ ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ಪ್ರಾರ್ಥನೆಗಾಗಿ ಸೇರಿ ಬಂದಿರುವಂಥ ಈ ಸಮಯದಲ್ಲಿ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುವುದಕ್ಕೂ ಮತ್ತು ನಮ್ಮನ್ನು ವಿಶೇಷವಾಗಿ ಆಶೀರ್ವದಿಸುವುದಕ್ಕೂ ഇസ്രയേൽ ದೇವರಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ ಎಂಬ ಆ ಒಂದು ಭರವಸೆಯಿಂದ ನಾವು ಸೇರಿ. ആ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം, ಆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಎರಡನೇ ಭಾಗದಲ್ಲಿ എന്താണ് നാം കാണുന്നത്? ಏನನ್ನು ನಾವು ಗಮನಿಸ್ತೇವೆ? എന്റെ അതിർ വിസ്താരമാക്കണം, ನನ್ನ ಒಂದು ಪ್ರಾಂತವನ್ನು ವಿಸ್ತರಿಸಬೇಕು. എന്റെ അതിർ വിസ്താരമാക്കണം. ನನ್ನ ಪ್ರಾಂತವನ್ನು ವಿಸ್ತರಿಸಬೇಕು. എന്താണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്? ಇದರಿಂದ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದೇನು? നാം ചില അതിരുകൾ വെച്ചിട്ടുണ്ട്, ನಮಗೆ ಕೆಲವೊಂದು ಪ್ರಾಂತ ಮೇರೆಗಳಿದೆ. നാം ചില അതിരുകൾ നമുക്കായിട്ട് നാം സൂക്ഷിച്ചു വെച്ചിരിപ്പുണ്ട്. ನಮಗೋಸ್ಕರ ನಾವು ಕೆಲವೊಂದು ಮೇರೆಗಳನ್ನ ಮಾಡ್ಕೊಂಡಿದ್ದೇವೆ. നാം അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ನಾವು ಅದರಲ್ಲೇ ತೃಪ್ತಿಯಾಗಿದ್ದೇವೆ. ഇപ്പോൾ സാധാരണ നമ്മൾ സൺഡേ വരുന്നു, ಸಾಧಾರಣ ನಾವು ಭಾನುವಾರ ಬರ್ತೇವೆ, നാമെല്ലാവരും വരുന്നു, ನಾವೆಲ್ಲರೂ ಬರ್ತಾ ಇದ್ದೇವೆ, ആരാധനയിൽ പങ്കുകൊള്ളുന്നു, ಆರಾಧನೆಯಲ್ಲಿ ನಾವು ಸೇರಿಕೊಳ್ತಾ ಇದ್ದೇವೆ, ലോർഡ് സപ്പറിൽ പങ്കുകൊള്ളുന്നു, ನಾವು ಮೇಜಿನಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುತ್ತೇವೆ, ഒരു മെസ്സേജ് കേൾക്കുന്നു, ಒಂದು ಸಂದೇಶವನ್ನು ಕೇಳ್ತಾ നമ്മൾ പോകുന്നു. ನಾವು ತಿರುಗಿ ಹೋಗ್ತಾ ഇത് ಇದ್ದೇವೆ. എത്ര വർഷമായി? ಎಷ್ಟು ವರ್ಷಗಳಿಂದ? 30, 40, 50 വർഷമായി നാം ഇതിൽ തന്നെ നിൽക്കുകയാണ്. 30, 40, 50 ವರ್ಷಗಳಿಂದ ನಾವು ಇದನ್ನೇ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ದೇವೆ. എന്നാൽ യാബേസ് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളോട്. ಆದ್ರೆ ಯಾಬೇಚನು ಒಂದು ವಿಷಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. നിങ്ങൾ നിങ്ങളുടെ അതിര് നിങ്ങൾ വിസ്താരമാക്കണം. ನೀವು ನಿಮ್ಮ ಮೇರೆಗಳನ್ನ ವಿಸ್ತರಿಸಬೇಕು. എന്നും ഇങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല. ಯಾವಾಗಲೂ ಈ ರೀತಿಯಾಗಿ ಇರೋದಕ್ಕೆ യാബേസ് പറയുന്നത് ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല കർത്താവേ. ಯಾಬೇಚನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಎಲ್ಲಾ സമയവും ನಾನು ಇದೇ ರೀತಿಯಾಗಿ എന്നെ ചില ലിമിറ്റിൽ ചില പരിധി വെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ನಾನು ಒಂದು ಈ ರೀತಿಯಾದ ಇತಿಮಿತಿಯಲ್ಲಿ ಇರೋದಕ್ಕೆ ಆಗೋದಿಲ್ಲ. എന്താണ് നമ്മുടെ അതിര് വിസ്താരമാക്കേണ്ടത്? ಯಾವ ಒಂದು ನಮ್ಮ ಒಂದು ಮೇರೆಯನ್ನ ನಾವು ವಿಸ್ತರಿಸಬೇಕು. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ അതിർ വിസ്താരപ്പെടുത്തേണ്ടത്? ಯಾವ ವಿಷಯದಲ್ಲಿ ನಮ್ಮ ಮೇರೆಗಳನ್ನು ವಿಸ್ತರಿಸಬೇಕು? വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ಒಂದೆರಡು ವಿಷಯಗಳನ್ನ ನಾನು ನಿಮ್ಮೊಂದಿಗೆ ಹೇಳ್ತೇನೆ. ഇപ്പൊ നമ്മുടെ ആരാധന തുടങ്ങുന്നത് 9 മണിക്കാണെങ്കിൽ ನಮ್ಮ ಆರಾಧನೆ 9 ಗಂಟೆಗೆ ಆರಂಭಿಸುವುದಾದ್ರೆ സാധാരണ നമ്മൾ 9 മണിക്ക് വരും, അല്ലെങ്കിൽ 9:05 വരും, അല്ലെങ്കിൽ 9:10 വരും, അല്ലെങ്കിൽ 9:30 വരും. ನಾವು ಸಾಮಾನ್ಯವಾಗಿ 9 ಗಂಟೆಗೆ ಬರ್ತೇವೆ, ಇಲ್ಲ 9:05, 9:10, 9:15 ಬರ್ತೇವೆ. നമുക്ക് ഇന്നൊരു പ്രാർത്ഥന വിഷയമാക്കി കൂടെ കർത്താവ് എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണം. എങ്ങനെ? ನಾವು ಈ ಒಂದು ವಿಷಯವನ್ನ ನಾವು ಪ್ರಾರ್ಥನಾ ಒಂದು ವಿಷಯವನ್ನಾಗಿ ಮಾಡ್ಕೋಬಹುದಲ್ಲ? ಹೇಗೆ? കർത്താവ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു അത്രമാത്രം അതിർ വിസ്താരമാക്കിയാൽ മതി. ಈ ಒಂದು ರೈಲ್ವೆ ಸ್ಟೇಷನ್ನಲ್ಲಿ ಟ್ರೈನ್ಗೆ ಹೋಗುವುದಕ್ಕೆ ನಾವು ಯಾವ ರೀತಿ ತ್ವರೆ ಪಡ್ತೇವೋ ಅಷ್ಟಾದರೂ ನಾವು ಒಂದು ಮೇರೆಯನ್ನ ಹೆಚ್ಚು ಮಾಡ್ಕೊಳ್ಬೇಕು. 9 മണിക്ക് ട്രെയിൻ ആണെങ്കിൽ 9 മണിക്ക് നമ്മൾ പോകുമ്പോൾ ആരെയും 9 ಗಂಟೆಗೆ ಟ್ರೈನ್ ಅಂದ್ರೆ 9 ಗಂಟೆಗೆ ಯಾರಾದ್ರೂ ಹೋಗ್ತೀವಾ? ഇല്ല, ഒരു 10 മിനിറ്റ് നേരത്തെ പോകും. ಒಂದು 10 ನಿಮಿಷ ಬೇಗ ಹೋಗ್ತೀವಿ. ആ ഒരു അതിര് നമ്മൾ വിസ്താരപ്പെടുത്തണം. ಅಷ್ಟಾದ್ರೂ ನಾವು ಭಾನುವಾರ കർത്താവ് എൻ്റെ അതിര് നീ വിസ്താരമാക്കണം. ನನ್ನ ಒಂದು ಮೇರೆಯನ್ನು ವಿಸ್ತಾರ ಮಾಡು. കർത്താവ് ഞാൻ ഈ ഇരിക്കുന്ന രീതിയിൽ ഞാൻ 40 വർഷം ഇങ്ങനെ ഇരിക്കുകയല്ല. ನಾನು ಈ ಕೂತ್ಕೊಂಡಿರುವಂತ ಇದೇ ಅವಸ್ಥೆಯಲ್ಲಿ 40 ವರ್ಷ ಹೀಗೆ ಕೂತ್ಕೊಳ್ಳೋದು. ഒരു കൊച്ചു കുഞ്ഞിന് ബോട്ടിലിലെ പാല് കൊടുക്കും. ಒಂದು ಚಿಕ್ಕ ಮಗುವಿಗೆ ಬಾಟಲ್ ನಲ್ಲಿ ಹಾಲು ಕೊಡ್ತಾರೆ. ഒരു 30 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ബോട്ടിലിൽ പാല് കൊടുക്കാൻ ഒക്കുമോ? 30 ವಯಸ್ಸು ಆಗಿರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗೂ ಬಾಟಲ್ ಅಲ್ಲಿ ಹಾಲು ಕೊಡಕ್ಕಾಗತ್ತಾ? ആകത്തില്ല. ಆಗುದು. അപ്പൊ അതൊരു വിസ്താരമാക്കണോ ഇല്ലയോ? ಅಲ್ಲಿ ಒಂದು ಮೇರೆ ವಿಸ್ತಾರಗೊಳ್ಳಬೇಕೋ? നമ്മൾ ചില അതിര് നമ്മൾ വരച്ചു വെച്ചിരിപ്പുണ്ട്. ನಾವು ನಮಗೋಸ್ಕರ ಒಂದು ಇತಿಮಿತಿಯನ್ನ ಹಾಕೊಂಡಿದ್ದೇವೆ. നമ്മളത് മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇത്ര ടൈമിന്, കാരണം സമയം എന്തുവായി? 9 മണി. ഇനി 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുക. ಈಗ ಏನು ಟೈಮ್ ಎಷ್ಟಾಯ್ತಾ? 9 ಗಂಟೆನಾ? ಒಂದು 5 ನಿಮಿಷ ಲೇಟ್ ಆದ್ರೂ ಪರವಾಗಿಲ್ಲ ಅಂತ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ನಾವು ನಿಶ್ಚಯ ಮಾಡ್ಕೊಂಡಿದ್ದೀವಿ. ഇല്ല, ഇവിടെ നമുക്ക് അതിര് നമ്മൾ വിസ്താരമാക്കണം. ಇಲ್ಲ, ಹಾಗೆ ಸಾಧ್ಯ ಇಲ್ಲ. ನಾವು ಈ ವಿಷಯದಲ್ಲಿ ನಮ್ಮ യാബേസ് നമ്മളോട് പറയുന്ന കാര്യമാണ്. ಯಾಬೇಚು ನೀವು ಮಾತನ್ನ ನಮಗೆ ಹೇಳ್ತಾ ಇದ್ದೀವಿ. അല്ല, എന്നും നമ്മൾ സാക്ഷ്യം പറഞ്ഞു പോവുകയാണോ, അല്ലെങ്കിൽ ലോർഡ് സപ്പർ തിന്നിട്ട് പോവുകയാണോ? അല്ല, നമുക്ക് വചനം ധ്യാനിക്കണം, മെഡിറ്റേഷന് സമയമെടുക്കണം, മെസ്സേജ് കൊടുക്കാനായിട്ട് സമയമെടുക്കണം. ഇത്യാദി കാര്യങ്ങളിൽ എൻ്റെ അതിർ വിസ്താരമാക്കണം. ಈಗ ನಾವು ಪ್ರತಿ ಭಾನುವಾರ ಬಂದು ಒಂದು ಸಾಕ್ಷಿ ಹೇಳುವುದು ಅಥವಾ ಮೇಜಿನಲ್ಲಿ ಪಾಲು ತೆಗೆದುಕೊಳ್ಳುವುದು ಅಥವಾ ವಾಕ್ಯವನ್ನು ಕೇಳಿ ಹೋಗೋದಲ್ಲ. ನಾವು ಸ್ವತಃ ಆ ವಾಕ್ಯಗಳನ್ನು ಧ್ಯಾನಿಸಬೇಕು ಮತ್ತು ನಾವು ಮತ್ತೊಬ್ಬರಿಗೆ ಹಂಚಿಕೊಳ್ಳುವಂಥ ಒಂದು മട്ടിಗೆ ಬೆಳೆಯಬೇಕು. ഹിന്ദിയിലെ വിശ്വാസികളെ പറ്റി പറയാറുണ്ട്, ആന ബൈഠന ഖാന ജാന.
ಹಿಂದಿಯಲ್ಲಿ ಆನ ಬೈಡ್ನ ಕಾಣ ಜ್ಞಾನ ബസ് മനെ ഹം ലോക സോറി നമ്മൾ ആ രീതിയിലാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ಈಗ ನಾವು ಆ ರೀತಿಯಾಗಿ ಹೋಗ್ತಾ ಇದ್ದೇವೆ. ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഭാഗമല്ല എന്നുള്ളത്, എൻ്റെ അതിന് വിട്ട് ഞാൻ പോകുന്ന എന്തിനാണെന്നുള്ള ചിന്തിക്കുന്നത്. ಕೆಲವು ವಿಶ್ವಾಸಿಗಳು ಏನ್ ಅನ್ಕೊಳ್ತಾರೆ ಅಂದ್ರೆ ಆ ಕೆಲಸ ನಂದಲ್ಲ, ನನ್ನ ಮೇರೆಯನ್ನ ಬಿಟ್ಟು ನಾನು ಯಾಕೆ ಹೋಗ್ಬೇಕು ಅಂತ ಅನ್ಕೊಂಡಿದ್ದಾರೆ. അത് ചില 2-3 സഹോദരന്മാരുണ്ട്, അവർ ചെയ്യുന്നുണ്ടല്ലോ. 2-3 ಜನ ಸಹೋದರರು ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಅವ್ರು ಮಾಡ್ತಾ ಇದಾರಲ್ಲ. തെറ്റ് ಅದು ತಪ್ಪು ತಪ್ಪು ತಪ್ಪು. അവർക്ക് കൊടുത്തിരിക്കുന്ന അതേ രക്തം കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ಅವರನ್ನ ಯಾವ ರಕ್ತದಿಂದ ವಿಮೋಚನೆ ಮಾಡಿದನೋ ಕರ್ತನು, ಅದೇ ರಕ್ತದಿಂದಲೇ ನಮ್ಮನ್ನು അവരെങ്ങനെ വിശുദ്ധന്മാരാണോ നമ്മൾ അതേ രീതിയിൽ വിശുദ്ധന്മാരാ. ಅವರು ಯಾವ ರೀತಿಯಾಗಿ ದೇವಜನರಾಗಿದ್ದಾರೋ ಅದೇ ರೀತಿ ನಾವು ಕೂಡ അവരുടെ കയ്യിൽ ഈ ബൈബിൾ ഉണ്ട്, നമ്മുടെ കയ്യിലും ഈ ബൈബിൾ ഉണ്ട്. ಅವರ ಕೈಯಲ್ಲಿ ಇದೇ ಬೈಬಲ್ ಇರೋದು, ನಮ್ಮ ಕೈಯಲ್ಲೂ ಕೂಡ ಇದೇ. നമ്മുടെ അതിർ വിസ്താരമാക്കണം. ನಮ್ಮ ಮೇರೆಗಳು ವಿಸ್ತರಿಸಲ್ಪಡಬೇಕು. യാബേസ് പറയുന്നത് കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. ಯಾಬೇಚನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಕರ್ತನೆ ನೀನು ನನ್ನನ್ನು ಆಶೀರ್ವದಿಸಬೇಕು. അത് മാത്രമല്ല, ಅಷ್ಟು ಮಾತ್ರವಲ್ಲ, എന്റെ അതിർ വിസ്താരമാക്കണം. ನನ್ನ ಪ್ರಾಂತವನ್ನು വിസ്ತಾರ ಮಾಡಬೇಕು. സ്വയമേ നമ്മൾ ചിന്തിച്ചു നോക്കി, ഏതെല്ലാം ഏരിയകളിൽ നമുക്ക് നമ്മുടെ അതിർ വിസ്താരമാക്കാൻ കഴിയും. ನಾವು ನಮ್ಮನ್ನೇ ಪರಿಶೋಧಿಸಿ ನೋಡಿಕೊಳ್ಳೋಣ, ಯಾವ ಒಂದು ವಿಷಯಗಳಲ್ಲಿ ನಮ್ಮ ಮೇರೆಗಳನ್ನು ನಾವು ವಿಸ್ತರಿಸಿಕೊಳ್ಬೇಕು. ಮೂರನೇದಾಗಿ പറയുന്നത് നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿದು ಎಂಬುದಾಗಿ ನಾವು ನೋಡ್ತಾ ಇದ್ದೀವಿ. നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿಯಬೇಕು. നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ ಕನ್ನಡದಲ್ಲಿ പറയണോ, ഇവിടെ ಬೇರೆ ಇಲ್ಲ. ನಿನ್ನ ಕೈ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. ಇಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿದು ಎಂಬುದಾಗಿದೆ. ആ കരത്തിൽ നമ്മൾ ആയിരിക്കണം. അതായത് ദൈവം നമ്മുടെ കയ്യെ പിടിക്കണമെന്നാണ് ഇവിടെ ഉള്ളത്. നീ എന്റെ കയ്യെ പിടിച്ചിരിക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമെന്നാ മലയാളത്തില്. നിന്റെ കൈ കുറച്ചുകൂടെ ഇതുണ്ട്. ദൈവം അങ്ങനെ പറഞ്ഞു അല്ലെ, നിന്ന ഹസ്തದಿಂದ ನನ್ನನ್ನು ಹಿಡಿ ಎಂಬುದಾಗಿ. ആരുടെ കയ്യേ? ಯಾರ ಕೈ? ആരുടെ കയ്യേ? ದೇವರ ಕೈ. അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ಅವರ പിടിക്കാനേ. ಈ ಬೇರೆ ಜನ ಎಲ್ಲ ಇದ್ರು ಯಾಬೇಚನಿಗೆ, ಆದ್ರೆ ಯಾರು ಹಿಡಿಲಿಲ್ಲ. പറയുന്നത് ആരുടെയും കൈ എനിക്ക് വേണ്ട, ಆದ್ರೆ ಯಾರ ಕೈನೂ ನನಗೆ ಬೇಡ, പക്ഷെ ഒരുവന്റെ കൈ എനിക്ക് വേണം. ಅಂದ್ರೆ ಒಬ್ಬನ ಕೈ ನನಗೆ ಬೇಕು. ഞാൻ ആരോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അവന്റെ കരം, ನಾನು ಯಾರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇನೋ ಅವನ ಕೈ, ആ കരം എന്നോട് കൂടെ ഇരിക്കണം. ಆ ಹಸ್ತ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. ആ കരം എന്നെ പിടിച്ചിരിക്കണം. ಆ ಹಸ್ತ ನನ್ನನ್ನು ಹಿಡಿದಿರಬೇಕು. ആ കരത്തിന്റെ വിശേഷത എന്താണെന്നറിയാമോ? ಆ ಒಂದು ಹಸ್ತದ ವಿಶೇಷತೆಯನ್ನು, ആ കരമാണ് ഒരിക്കൽ വിളിച്ചത്, ആഹ്വാനം ചെയ്ത് അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. ಆ ಒಂದು ಹಸ್ತದ ವಿಶೇಷತೆ ಏನು? ಎಲೆ ಕಷ್ಟಪಡುವವರೇ, ಹೊರೆ ಹೊತ್ತವರೇ, ನೀವು ನನ್ನ ಬಳಿಗೆ ಬನ್ನಿರಿ ಎಂಬುದಾಗಿ ಕರೆಯುವಂತ ಹಸ್ತ. യാബേസിന് മനസ്സിലായി, ഞാൻ ഭാരം ചുമക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ നിന്ദിതനായി, ഞാൻ പരിഹാസ വിഷയമായി തീർന്നു, ഇതാ എന്നെ മാടി വിളിക്കുന്ന ഒരു കർത്താവിന്റെ കരം തനിക്ക് കാണുവാൻ കഴിഞ്ഞു. ಯಾಬೇಚನಿಗೆ ಒಂದು ವಿಷಯ ಸ್ಪಷ್ಟವಾಯಿತು, ನಾನು ಕಷ್ಟಪಡುವವನಾಗಿದ್ದೇನೆ, ಹೊರೆ ಹೊತ್ತವನಾಗಿದ್ದೇನೆ, ನಿಂದೆ ಭಾರಗಳನ್ನು ಅನುಭವಿಸನಾಗಿದ್ದೇನೆ, ಆದರೆ ನನ್ನನ್ನು ಕರೆಯುವಂತ ಕರ್ತನ ಕರ ನನ್ನ ಮುಂದೆ ಇದೆ ಎಂಬುದಾಗಿ. ആ കരമാണ് ആണിപ്പഴുതുള്ള കരം. ಆ ಕರ, ಆ ಒಂದು ಹಸ್ತ, ಅದು ಮೊಳೆಗಳಿಂದ ಹೊಡೆದಂತ ಗುರುತಿರುವಂತ ಹಸ್ತ. ആ കരമാണ് തുളയ്ക്കപ്പെട്ട കരം. ಆ ಒಂದು ಹಸ್ತ, ಅದು ಮೊಳೆಯಿಂದ ಚುಚ್ಚಲ್ಪಟ್ಟಂತ ಒಂದು ಹಸ್ತ. യാബേസ് പറയുന്നത് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ വിഷയം. ಯಾಬೇಚನ ಹೇಳುವಂತ ಪ್ರಾರ್ಥನೆಯ ಮೂರನೇ ವಿಷಯ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ನಿನ್ನ ಕೈ ನನ್ನನ್ನು ಹಿಡಿದಿರಬೇಕು. എന്നെ പിടിച്ചിരിക്കണം. ನಿನ್ನ ಕೈ ನನ್ನನ್ನು ಹಿಡಿದಿರಬೇಕು. ആരാ പിടിക്കേണ്ടിയേ? ಯಾರು ಹಿಡಿಬೇಕು? നമ്മളാണോ പിടിക്കേണ്ടത് കർത്താവിനെ? ನಾವು ಹಿಡಿಬೇಕಾ ಕರ್ತನನ್ನು? ഇല്ല. ಇಲ್ಲ. ആരാ പിടിക്കേണ്ടിയേ? ദൈവം നമ്മളെ പിടിക്കും. നമ്മൾ പിടിച്ചാൽ എന്താകും? ನಾವು ಹಿಡಿದ್ರೆ ಏನಾಗುತ್ತೆ? താഴെ വീണുപോകും. ನಾವು ಬಿಟ್ಬಿಡ್ತೀವಿ ಕೆಲವು ಟೈಮ್. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ പിടിക്കുക. ಆದ್ರಿಂದ ಕರ್ತನು ನಮ್ಮನ್ನು ಹಿಡಿತಾ ಇದ್ದಾನೆ. പ്രാർത്ഥന, യാബേസിന്റെ പ്രാർത്ഥനയുടെ മൂന്നാം വിഷയം, കർത്താവേ നീ എന്നോടുകൂടെ ഇരിക്കണം, നീ എന്നെ പിടിച്ചിരിക്കണം. ಯಾಬೇಚಿನ ಪ್ರಾರ್ಥನೆಯ ಮೂರನೇ ವಿಷಯ, ಕರ್ತನೆ ನೀನು ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿಯಬೇಕು. നാലാമത്തെ വിഷയം, അതിന്റെ ഒരു യെശയ്യാ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ಯೆಶಾಯನ ಪ್ರವಾದನೆ ಗ್ರಂಥಕ್ಕೆ ನಾವು ಬರೋಣ. യെശയ്യാവ് 41:10. 41:10 ವಾಕ್ಯ. ನೀನಂತೂ ಹೆದರಬೇಡ, ನಾನೇ ನಿನ್ನೊಂದಿಗಿದ್ದೇನೆ, ದಿಗ್ಭ್ರಮೆಗೊಳ್ಳದಿರು, ನಾನೇ ನಿನ್ನ ದೇವರು, ನಾನು ನಿನ್ನನ್ನು ಬಲಪಡಿಸುತ್ತೇನೆ, ಹೌದು ನಿನಗೆ ಸಹಾಯ ಕೊಡುತ್ತೇನೆ, ನನ್ನ ಧರ್ಮದ ಬಲಗೈಯನ್ನು
ನಿನಗೆ ಆಧಾರ ಮಾಡುತ್ತೇನೆ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ನಾನು ನಿನ್ನೊಂದಿಗೆ ಇದ್ದೇನೆ. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ನಾವು ಪ್ರಾರ್ಥನೆಗಾಗಿ ಸೇರಿ ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ಈ ವಿಷಯಗಳನ್ನು ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಗ್ರಹಿಸಿಕೊಂಡು അനേക വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തന്നെയും വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വലിയവനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടി ഉണ്ട്. ആ ദൈവം നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്ക കഴിവുള്ളവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കേണ്ടത്. അതാണ് യാബേസ് നമ്മളോട് പറയുന്നത്. ದೊಡ್ಡವನಾದಂಥ ದೇವರು, ಶಕ್ತನಾದಂಥ ದೇವರು ನಮ್ಮ ಅವಶ್ಯಕತೆಗಳನ್ನು ನಡೆಸಿಕೊಡುವುದಕ್ಕೆ ಶಕ್ತನಾಗಿದ್ದಾನೆಂಬ ನಂಬಿಕೆ, ಭರವಸೆಯೊಂದಿಗೆ ನಾವು ಪ್ರಾರ್ಥನೆಗಾಗಿ ಸೇರಿ ಬರಬೇಕು. നാലാമതായിട്ട് എൻ്റെ പ്രാർത്ഥന, ನಾಲ್ಕನೆಯ ಒಂದು ಪ್ರಾರ್ಥನೆ, അത് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക്. ಒಂದು ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 4ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. നാലാമത് പറയുന്നത്, ನಾಲ್ಕನೇದಾಗಿ ಹೇಳುವಂಥ ವಿಷಯ, എനിക്ക് ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കണം. ಯಾವ ವೇದನೆಯೂ ಉಂಟಾಗದಂತೆ ನನ್ನನ್ನು ರಕ್ಷಿಸಬಾರದೆ. ഒരു വേദനയും ഉണ്ടാകാതവണ്ണം എന്നെ കാത്തു സൂക്ഷിക്കണം. ಯಾವ ವೇದನೆಯೂ ಉಂಟಾಗದಂತೆ ನನ್ನನ್ನ ನೀನು ಕಾಪಾಡಬೇಕು. അവനൊരു വേദന പുത്രനാണെന്നുള്ള മനസ്സിലാക്കുക. ಅವನ ಹೆಸರೇ ವೇದನೆಯ ಪುತ್ರನು ಎಂಬುದಾಗಿ. ഇപ്പോൾ അവൻ പറയുകയാണ്, ಈಗ ಹೇಳುತ್ತಾ ಇರುವುದೇನೆಂದರೆ, ഞാൻ വേദന പുത്രനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. ನಾನು ಒಬ್ಬ ವೇದನೆಯ ನೋವಿನ ಪುತ್ರನಾಗಿ ಈ ಲೋಕದಲ್ಲಿ ഞാൻ ജന്മം കൊണ്ടപ്പോൾ തന്നെ എൻ്റെ മാതാവ്, എൻ്റെ സ്വന്തം മാതാവ് എനിക്ക് വ്യസനപുത്രൻ, വേദനയുടെ പുത്രൻ എന്നാണ് എനിക്ക് പേരിട്ടത്. അർത്ഥാത് യാബേസ്. ನಾನು ಹುಟ್ಟಿದಾಗಲೇ ನನ್ನ ತಾಯಿ ವ್ಯಸನದ ಪುತ್ರನು ಎಂಬುದಾಗಿ ಹೆಸರಿಟ್ಟರು. എന്നാൽ ഈ പേര് മാറ്റുവാൻ തക്കണം അവിടുത്തേക്ക് കഴിയും. ಆದರೆ ಈ ಒಂದು ಹೆಸರನ್ನ ಬದಲಾಯಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಸಾಧ್ಯವಿದೆ. ഈ വേദന മാറ്റുവാൻ തക്കണം അവിടുത്തേക്ക് കഴിയും. ಈ ಒಂದು ನೋವನ್ನ, ವ್ಯಸನವನ್ನ ದೂರ ಮಾಡುವುದಕ್ಕೆ ದೇವರೇ ನಿನಗೆ ಸಾಧ್ಯ. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ನಾವು ನಮ್ಮ ಒಂದು ಜೀವಿತವನ್ನ ಪರಿಶೋಧಿಸಿ ನೋಡೋಣ. അതെ, ദുഷ്ടതയേറിയ ലോകത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. ಈ ಒಂದು ಕೆಟ್ಟತನದಿಂದ ತುಂಬಿರುವಂತ ಈ ಲೋಕದಿಂದ ನಮಗೊಂದು ಬಿಡುಗಡೆ ಅವಶ್ಯವಾಗಿದೆ. 1-2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം, ಮತ್ತಾಯನು ಬರೆದ ಸುವಾರ್ತೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അതിന്റെ 13-ാം വാക്യം. 13ನೇ ವಾಕ್ಯದಲ್ಲಿ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ. ನಮ್ಮನ್ನು ಶೋಧನೆಯೊಳಗೆ ಸೇರಿಸದೆ ಕೇಡಿನಿಂದ ನಮ್ಮನ್ನು ತಪ್ಪಿಸು. 13. ആരാണ് നമ്മെ ദുഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണം? നമ്മുടെ കർത്താവ് മാത്രമേ കഴിയുള്ളൂ. ನಮ್ಮನ್ನು ಕೇಡಿನಿಂದ ತಪ್ಪಿಸುವುದಕ್ಕೆ ನಮ್ಮ ಕರ್ತನಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. അതെ, അവന് മാത്രമേ നമ്മെ ദുഷ്ടതയിൽ നിന്നും ദുഷ്ടീക പ്രവർത്തനങ്ങളിൽ നിന്നും ആ പേരിൽ നിന്ന്, ആ പേരിനെ മാറ്റുവാൻ തക്കോണം കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ദൈവം, അത് മാത്രം. ನಮ್ಮನ್ನ ಕೇಡಿನಿಂದಲೂ ಆ ಒಂದು ವ್ಯಸನದ ಪುತ್ರನೆಂಬ ಆ ರೀತಿಯಾದಂಥ ನಿಂದೆಯಿಂದಲೂ ಬಿಡಿಸುವುದಕ್ಕೆ ಇಸ್ರೇಲ್ನ ದೇವರಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. 2 തെസ്സലോനിക്കർ 3:13 നാം കടന്നു വരുമ്പോൾ, 2 തെസ്സലോനിക്യ 3ನೇ ಅಧ್ಯಾಯ 13ನೇ ವಾಕ್ಯ. 2 ತೆಸಲೋನಿಕ 3ನೇ ಅಧ್ಯಾಯ 3ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. 2 തെസ്സലോനിക്കർ 3:3. ಆದರೆ ಕರ್ತನು ನಂಬಿಗಸ್ತನು, ಆತನು ನಿಮ್ಮನ್ನು ದೃಢಪಡಿಸಿ ನೀವು ಕೆಡುಕನ ಕೈಗೆ ಸಿಕ್ಕದಂತೆ ಕಾಪಾಡುವನು. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുന്നവനാണ് വലിയവനായിരിക്കുന്ന ദൈവം. ಕೆಡುಕನ ಕೈಗೆ ಸಿಕ್ಕದಂತೆ ನಮ್ಮ ದೇವರು ನಮ್ಮನ್ನು ಕಾಪಾಡುವನಾಗಿದ್ದಾನೆ. ഈ 4 കൂട്ടം കാര്യങ്ങൾ യാബേസിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. ಈ 4 ವಿಷಯಗಳು, ಅಂಶಗಳು ಯಾಬೇಚನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿತ್ತು. ഇതിന് നമ്മുടെ ദൈവം എന്താണ് റിപ്ലൈ കൊടുത്തത്? ಅದಕ್ಕೆ ದೇವರು ಏನು ಉತ್ತರವನ್ನು ಕೊಟ್ಟನು? അതിന്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട്. 10ನೇ ವಾಕ್ಯದ ಕೊನೆಯ ಭಾಗದಲ್ಲಿ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ದೇವರು ಅವನ ಮೊರೆಯನ್ನು ಲಾಲಿಸಿದನು. ദൈവം അവന് അത് കൊടുത്തു. ದೇವರು ಅವುಗಳನ್ನು ಆತನಿಗೆ ಕೊಟ್ಟನು. 1, യാബേസിനെ ദൈവം അനുഗ്രഹിച്ചു. ಮೊದಲನೇದು, ದೇವರು ಯಾಬೇಚನನ್ನು ಆಶೀರ್ವದಿಸಿದನು. ദൈവം അവന്റെ അതിര് വിസ്താരമാക്കി. ದೇವರು ಆತನ ಒಂದು ಮೇರೆಯನ್ನು ವಿಸ್ತರಿಸಿದನು. അത് മാത്രമല്ല, ദൈവം
അവൻ്റെ കരം അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ കൂടെ ഉണ്ടായിരുന്നു. ದೇವರು ತನ್ನ ಹಸ್ತದಿಂದ ಅವನನ್ನು ಹಿಡಿದನು. ദുഷ്ടതയിൽ നിന്ന് അവനെ ദൈവം വിടുവിച്ചു. ಅವನನ್ನು ಎಲ್ಲ ವೇದನೆಯಿಂದಲೂ ಕೇಡಿನಿಂದಲೂ ದೇವರು ರಕ್ಷಿಸಿದನು. നാം പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ ഇന്ന് കൂടി വന്നിരിക്കുമ്പോഴേ ನಾವು ಪ್ರಾರ್ಥನೆಗಾಗಿ ಸೇರಿ ಬಂದಿರುವಾಗ നമ്മൾ അനേക വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. ನಾವು ಅನೇಕ ವಿಷಯಗಳ ಕುರಿತಾಗಿ ಪ್ರಾರ್ಥನೆ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ನಮ್ಮ ದೇವರು ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುವ നമ്മുടെ ദൈവം യാബേസിന്റെ ദൈവമാണ്. ನಮ್ಮ ದೇವರು ಯಾಬೇಸಿನ ದೇವರಾಗಿದ್ದಾನೆ. യാബേസിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ಯಾಬೇಸಿನ ಕುರಿತಾಗಿ ಹೆಚ್ಚಾಗಿ ಏನು ഒരു ಬರೆದಿಲ್ಲ. പക്ഷെങ്കിൽ നമ്മെ കുറിച്ച് ഇവരെ ഈ ഭദ്രാവതി വിട്ട് മറ്റുള്ള ആർക്കും അറിയത്തില്ലായിരിക്കാം. ನಮ್ಮ ಕುರಿತಾಗಿ ಒಂದು ವೇಳೆ ಈ ಭದ್ರಾವತಿ ಬಿಟ್ಟರೆ ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಿರಲ್ಲ. ആവശ്യമില്ല. ಅದರ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ನಮ್ಮನ್ನು ತಿಳಿದವನಾದ നാം ഇവിടെ ചൊരിയുന്ന കണ്ണുനീരുണ്ടല്ലോ, ನಾವು ಇಲ್ಲಿ ಸುರಿಸುವ ಕಣ್ಣೀರಿದೆಯಲ್ಲ, സ്വർഗത്തിൽ തുരുത്തിയിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ಅಲ್ಲಿ ಪರಲೋಕದಲ್ಲಿ ದೇವರು ಆ ಬಾಟಲಿಯಲ್ಲಿ ಅದನ್ನ നമ്മളിവിടെ ഇരിക്കുന്നത് വ്യർത്ഥമല്ല. ನಾವು ಇಲ್ಲಿ ಇರುವಂತದ್ದು ಅದು ವ್ಯರ್ಥವಾದ ಅಲ್ಲ. ഹീനനായിരിക്കുന്ന യാബേസിനെ മാന്യനായി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ದೀನಾವಸ್ಥೆಯಲ್ಲಿದ್ದಂತ ಯಾಬೇಸನನ್ನು ದೇವರು ಘನವಂತನನ್ನಾಗಿ ಮಾಡಿದನು. ഏതെല്ലാം വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുവോ, ನಾವು ಯಾವೆಲ್ಲ ವಿಷಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ആ വിഷയങ്ങൾ ഓർത്ത് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ಆ ವಿಷಯಗಳನ್ನ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ഒന്നാമതായിട്ട് ನಮ್ಮ ಪ್ರಾರ್ಥನೆ യാബേസ് ഒരു കാര്യം ചെയ്തു. ಯಾವ ಹೆಚ್ಚಿನ ಒಂದು ಕಾರ್ಯವನ್ನು തനിക്ക് ആരുമില്ലാതിരുന്നപ്പോൾ, ನನಗೆ ಯಾರು ಇಲ್ಲದೆ ಇರುವಾಗ, തന്റെ സ്വന്തം സഹോദരൻ പോലും തനിക്കെതിരായിരുന്നപ്പോൾ, ತನ್ನ ಸ್ವಂತ ಅಣ್ಣ ತಮ್ಮಂದಿರು ತನಗೆ ವಿರೋಧವಾದಾಗ, തന്റെ മാതാവ് തനിക്ക് വ്യസനപുത്രൻ എന്ന് പേരിട്ടപ്പോഴും, ತನ್ನ ಸ್ವಂತ ತಾಯಿ ತನಗೆ ಒಬ್ಬ ವೇದನೆಯ ಪುತ್ರನೆಂಬುದಾಗಿ ചുറ്റുപാട് നോക്കിയപ്പോൾ ആരുമില്ല. ಸುತ್ತಲೂ ನೋಡಿದಾಗ ಯಾರು ആ സമയത്ത് നിരാശ്രയത്തിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ അവൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ಆತನು ಬಹಳ ಒಂದು ನಿಂದೆ ಅವಮಾನ ನಿರಾಶೆಯಲ್ಲಿ ಮುಂದೆ ಹೋಗುವಾಗ ದೇವರಲ್ಲಿ ಭರವಸೆ ಇಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿದನು. ഈ വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ಆ ರೀತಿಯಾಗಿ ನಾವು ಕೂಡ ನಂಬಿಕೆಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಾದರೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಅದ್ಭುತ ಮಾಡುವನಾಗಿದ್ದಾನೆ. ഈ വിശ്വാസത്തിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം തരും. ನಾವು ಈ ರೀತಿಯಾದ ನಂಬಿಕೆಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಾದರೆ ನಮ್ಮ ಪ್ರಾರ್ಥನೆಗೆ ಉತ್ತರವನ್ನು ಕೊಡುತ್ತಾನೆ. ദൈവം ഈ വാക്കുകൾ മൂലം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ಈ ವಾಕ್ಯ ಭಾಗದಿಂದ ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲು ಸಹಾಯ ಮಾಡಲಿ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ಸ್ತೋತ್ರ